വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്കിന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ആ ബ്രേക്ക് ഔട്ട് തന്ന ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു FEG ഉണ്ട്, ആ ഒരു FEGനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. റെസിസ്റ്റൻസ് നമുക്ക് തൽക്കാലം കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. മാത്രമല്ല ഇപ്പൊ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന FEGയുടെ താഴെ വീണ്ടും സപ്പോർട്ട് ഏരിയകളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് ഇന്നിപ്പോൾ എത്തില്ല എന്നുള്ള ധാരണ കൊണ്ടാണ് മാർക്ക് ചെയ്യാതിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇന്ന് നോക്കിയാൽ കാണാം ഇന്ത്യ സമയം 6 മണിക്ക് കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി ന്യൂസ് വരുന്നുണ്ട്, അതുപോലെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സമയം 11 മണിക്ക് ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ച് വരുന്നുണ്ട്. എനിവേ നമുക്ക് ന്യൂസിന്റെ ഇമ്പാക്റ്റുകൾ ഒന്ന് നോക്കാം. കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി പ്രീവിയസ് 0.3%, ഫോർകാസ്റ്റ് 0.4% ആണ്. അതായത് പ്രീവിയസിനേക്കാളും കുറച്ച് മുകളിലാണ്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഫോർകാസ്റ്റിന് മുകളിൽ ഒരു നല്ല ഫിഗർ കിട്ടുകയാണെങ്കിൽ കറൻസി ബെറ്റർ ആവുന്ന പറയുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നത് 0.2% ആയിരുന്നു പ്രീവിയസ്. ഫോർകാസ്റ്റ് വരുന്നത് 1.3% ആണ്. നല്ല വേരിയൻസ് ഉണ്ട്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് നന്നാവുമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ചാണ്. അതിന് നമുക്ക് പ്രീവിയസോ ഫോർകാസ്റ്റോ ഒന്നും കിട്ടില്ല, അത് റിപ്പോർട്ടായിട്ടാണ് വരിക. സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് നടക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്പീച്ചാണ്. അപ്പൊ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ പരമാവധി വിട്ടു നിൽക്കുക. എന്നിട്ട് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ തന്നതിന് ശേഷം മാത്രം ട്രേഡിനെ കുറിച്ച് ചിന്തിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവർ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നോക്കിയാൽ കാണാം, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്യാൻഡിലോട് കൂടി തന്നെയാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ റീടെസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. മാർക്കറ്റ് റീടെസ്റ്റ് വന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ നല്ല രീതിയിലൊന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതിനു മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടെ ഒരു FEGയും കൂടിയുണ്ട്, അപ്പൊ അതുകൊണ്ട് FEG ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യാനുള്ളത്. പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, ആ ഒരു ഗ്യാപ്പിനെ എല്ലാം സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ FEG ആയിട്ട് എടുക്കാം നമുക്ക്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഉണ്ട്. അവിടേക്കൊക്കെ ഒന്ന് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും നമുക്ക് നോട്ട് ചെയ്തിടാം. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി അല്ലെങ്കിൽ നല്ല രീതിയിലൊരു മർബൂസോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം. ആ ഒരു എൻട്രി കുറച്ച് ദൂരം വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറെക്കുറെ 3300 വരെയൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ FEGയിൽ നിന്ന് ഒരു പക്ഷേ നല്ലൊരു കൺഫർമേഷൻ കിട്ടാം. നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. രണ്ടാമത്തെ ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ 3300 വരെ വയ്ക്കാം. ഈ ഒരു ഇറങ്ങുന്ന സമയത്ത് പരമാവധി ട്രേഡ് എടുക്കാതിരിക്കുക, സെൽ ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ഒരു ക്യാൻഡിലിന്റെ പകുതിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിക്കിന്റെ പകുതിയിൽ വെച്ചോ അല്ലെങ്കിൽ ക്യാൻഡിലിന്റെ ജസ്റ്റ് ഒന്ന് ലോയിൽ നിന്ന് എടുത്തിട്ടായിരിക്കും മിക്കവാറും പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ താഴോട്ടേക്ക് ഒരു സെൽ എൻട്രി കിട്ടി എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇനി മറ്റൊരു സാധ്യത കൂടി എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ചിലപ്പോൾ ഇറങ്ങാം. കുറച്ചും കൂടി ഇറങ്ങാന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് നോക്കിയാൽ കാണാം. മൾട്ടിപ്പിൾ ടൈം ഇവിടെ നിന്നതിന് ശേഷം റീടെസ്റ്റ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് തരിക മാത്രമല്ല ഇവിടെ ഒരു നല്ലൊരു FEGയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ലെവലിൽ നിന്ന് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം, ഒരു ഡീപ്പ് പുൾ ബാക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ ഈ ഇറങ്ങൽ സെൽ എൻട്രി അല്ലെങ്കിൽ ഇവിടുന്ന് സെൽ സൈഡിലേക്കുള്ള മാർക്കറ്റിന്റെ ഇറങ്ങൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം നല്ലൊരു ബുള്ളിഷിലാണ്. മാത്രമല്ല
കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് നല്ലൊരു കൺസോളിഡേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക്ഔട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മുകളിൽ പോയിട്ട് ചെറിയൊരു പുൾ ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു ബുള്ളിഷോടുകൂടി ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ 3300 വരെയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിനുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇങ്ങോട്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.